മൃതദേഹം ദഹിപ്പിക്കുന്നതിന് മുമ്പേ ചിതാഭസ്മം നൽകി ഫ്യൂണറൽ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് കേരളത്തിലോ അതോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലോ അതോ നോർത്ത് ഇന്ത്യയിലോ ആയിരിക്കുമെന്നാണ്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഈ സംഭവം നടന്നത് UK-യിലെ യോർക്ക്ഷയർ എന്ന കൗണ്ടിയിലെ ഹൾ എന്ന സിറ്റിയിലാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് 2023 നവംബർ 25-നാണ് മിസ്റ്റർ പീറ്റർ വെൽബണിന്റെ ഭാര്യ ഷേർലി റോയൽ ഹൾ ഹോസ്പിറ്റലിൽ മരണപ്പെടുന്നത്. മൃതദേഹം ദഹിപ്പിക്കാനാണ് മിസ്റ്റർ പീറ്ററും കുടുംബവും തീരുമാനിച്ചത്. UK-യിൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അയാളുടെ മൃതദേഹം സംസ്കരിക്കുന്നതും ദഹിപ്പിക്കുന്നതും ഫ്യൂണറൽ കെയർ ഡയറക്ടേഴ്സിന്റെ കീഴിലാണ്. അതിനുവേണ്ടി മിസ്റ്റർ പീറ്റർ ഏകദേശം 2 ലക്ഷം രൂപ ലെഗസി ഇൻഡിപെൻഡന്റ് ഫ്യൂണറൽ ഡയറക്ടറിന് കൈമാറുകയും ചെയ്തിരുന്നു. നവംബർ 25-ന് മരിച്ചതിന് ശേഷം ഡിസംബർ 19-നാണ് ബന്ധുക്കളുടെയും ഫ്രണ്ട്സിന്റെയും സാന്നിധ്യത്തിൽ മിസ്സിസ് ഷേർലി വെൽബണിന് അവസാന യാത്രാമൊഴി നൽകിയത്. ഹള്ളിൽ നിന്ന് ഏകദേശം 60 മൈൽസ്, അതായത് ഏകദേശം 90 കിലോമീറ്റർ ദൂരെയുള്ള ലീഡ്സ് ക്രെമറ്റോറിയത്തിലാണ് കൂടുതൽ ചീപ്പായി മൃതദേഹം സംസ്കരിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞ് മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് കമ്പനി അറിയിച്ചത്. 4 ദിവസത്തിന് ശേഷം ലെഗസി ഫ്യൂണറൽ ടീം ഒരു ബോക്സിൽ ഷേർലിയുടെ ചിതാഭസ്മം എന്ന് പറഞ്ഞ് ഒരു ബോക്സ് കുടുംബത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ഫെബ്രുവരിയിൽ ഒരു കുടുംബ സുഹൃത്ത് ഷേർലിയുടെ ക്രീമേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയോ എന്ന് പീറ്ററിനോട് ചോദിക്കുമ്പോഴാണ് പീറ്റർ അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇതിനുവേണ്ടി ഫ്യൂണറൽ ഡയറക്ടറേറ്റിനെ ബന്ധപ്പെട്ടപ്പോൾ ഷേർലിയുടെ മൃതദേഹം ജനുവരി 16-നാണ് ദഹിപ്പിച്ചതെന്നാണ് മിസ്റ്റർ പീറ്ററിന് അറിയാൻ കഴിഞ്ഞത്. ഇതേ സമയം തന്നെ ഈ ഫ്യൂണറൽ ഡയറക്ടറിനെ കുറിച്ച് വളരെയധികം കംപ്ലൈന്റുകൾ ലഭിച്ചതിനെ തുടർന്ന് ഹൾ പോലീസ് അന്വേഷണം ആരംഭിച്ചതിലൂടെ അവിടെ നിന്ന് ഏകദേശം 35ഓളം മൃതദേഹങ്ങൾ അടുത്തുള്ള മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മാറ്റപ്പെട്ട 35 മൃതദേഹങ്ങൾ ചിലരുടെ ചിതാഭസ്മമാണെന്ന് പറഞ്ഞ് അവരുടെ ബന്ധുക്കൾക്ക് നേരത്തെ തന്നെ ചിതാഭസ്മം കൈമാറിയിരുന്നു. എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും മോർച്ചറിക്കുള്ളിലെന്ന ദുഃഖസത്യം ഉൾക്കൊള്ളാനാകാതെ നീറുകയാണ് പലരും. അവരിൽ ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചിതാഭസ്മം എന്ന് കരുതി ലക്ഷങ്ങൾ മുടക്കി ക്രിസ്റ്റൽ ആഭരണങ്ങളാക്കി ധരിക്കുന്നവരുമുണ്ട്. മറ്റൊരാളുടെ ചിതാഭസ്മമാണ് തങ്ങൾക്ക് ലഭിച്ച് തങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് വ്യാകുലപ്പെട്ട് ഏകദേശം 1000ഓളം ആളുകളാണ് ഹോട്ട് നമ്പറിൽ ഹൾ പോലീസിനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.